ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻസ്: അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരു. രണ്ടാമത്തെ ചോദ്യം: SNDPയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻസ്: കുമാരനാശാൻ, ഡോക്ടർ പൽപു, ശ്രീനാരായണ ഗുരു, TK മാധവൻ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കുമാരനാശാൻ. താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭന്റെ കൃതി ഏത്? ഓപ്ഷൻസ്: ഹേമപഞ്ചരം, സ്നേഹലത, ഋതുമതി, എന്റെ മണ്ണ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, സ്നേഹലത. നാലാമത്തെ ചോദ്യം: ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻസ്: പൊയ്കയിൽ യോഹന്നാൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, വേലുക്കുട്ടി അരയൻ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, പൊയ്കയിൽ യോഹന്നാൻ. നായർ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: മന്നത്ത് പത്മനാഭൻ, C കൃഷ്ണപിള്ള, P കൃഷ്ണപിള്ള, K കേളപ്പൻ. ശരിയുത്തരം ഓപ്ഷൻ എ, മന്നത്ത് പത്മനാഭനാണ്. ആറാമത്തെ ചോദ്യം: കമ്പ്യൂട്ടറിന്റെ CPU-വിലെ താത്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് ഏത്? വേഗത്തിലുള്ള സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓപ്ഷൻസ്: റാം, രജിസ്റ്റർ, ഹാർഡ് ഡിസ്ക്, റോം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, രജിസ്റ്റർ. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻസ്: ഇന്ദിര പോയിന്റ്, കന്യാകുമാരി, ഇന്ദിര കോൾ, തിരുവനന്തപുരം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കന്യാകുമാരി. 8. മസൂലി പട്ടണം ഇപ്പോൾ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ആന്ധ്രാപ്രദേശ്. 9ാമത്തെ ചോദ്യം: ഭരണഘടനയിലെ അനുച്ഛേദം 29, 30 എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. നിങ്ങൾക്കറിയാം, ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം? ഓപ്ഷൻസ്: OMR, പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, OMR. നമ്മൾ പരീക്ഷ എഴുതുന്ന OMR ആണ് താഴെ പറയുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ്. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ഡാഷ്. ഓപ്ഷൻസ്: വെയിറ്റിംഗ് സമയം, സീക്ക് സമയം, ലാറ്റൻസി സമയം, ടേൺ അറൗണ്ട് സമയം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ടേൺ അറൗണ്ട് സമയം. രണ്ടാമത്തെ ചോദ്യം: സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത്? 1963 ആണോ, 1958 ആണോ, 1835 ആണോ, 1950 ആണോ? ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 1958. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻസ്: ഗോപാലകൃഷ്ണ ഗോഖലെ, നന്ദലാൽ ബോസ്, പ്രേംചന്ദ്, രവീന്ദ്രനാഥ ടാഗോർ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, രവീന്ദ്രനാഥ ടാഗോർ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതെല്ലാം? മൗലിക അവകാശങ്ങളാണ്, മൗലിക സ്വാതന്ത്ര്യങ്ങളല്ല. ശ്രദ്ധിക്കുക: അനുച്ഛേദം 36 മുതൽ 51 വരെ, അനുച്ഛേദം 52 മുതൽ 73 വരെ, അനുച്ഛേദം 239 മുതൽ 242 വരെ, അനുച്ഛേദം 14 മുതൽ 32 വരെ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, അനുച്ഛേദം 14 മുതൽ 32 വരെ. നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? 5-ാം അനുച്ഛേദം, 21-ാം അനുച്ഛേദം, 36-ാം അനുച്ഛേദം, 52-ാം അനുച്ഛേദം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 21-ാം അനുച്ഛേദം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ, ലൂ.
ശരിയുത്തരം ഓപ്ഷൻ എ ആണ് മാംഗോ ഷവർ. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ് പാലക്കുന്ന് എബ്രഹാം മാൽപ്പൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, പാമ്പാടി ജോൺ ജോസഫ്, KP വള്ളോൻ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. എട്ടാമത്തെ ചോദ്യം, ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഓപ്ഷൻസ് എറിത്രോസൈറ്റോസിസ്, ത്രോംബോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ്, ഫാഗോസൈറ്റോസിസ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഫാഗോസൈറ്റോസിസ്. ഒൻപതാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ IUCN ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് ന്യൂയോർക്ക്, സ്വിറ്റ്സർലാൻഡ്, നൈറോബി, പാരീസ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന പർവ്വത നിര ഏത്? ഓപ്ഷൻസ് പൂർവഘട്ടം, സത്പുര, ആരവല്ലി, വിന്ധ്യാപർവ്വതം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് വിന്ധ്യാപർവ്വതം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിപ്ലവം ഏത്? ഓപ്ഷൻസ് 1764 ബക്സാർ യുദ്ധം, 1757 പ്ലാസി യുദ്ധം, 1857 വിപ്ലവം, ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് 1857 വിപ്ലവം. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ് 25-ാം അനുച്ഛേദം, 28-ാം അനുച്ഛേദം, 32-ാം അനുച്ഛേദം, 39-ാം അനുച്ഛേദം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് 32-ാം അനുച്ഛേദം. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻസ് ആനന്ദ തീർത്ഥൻ, ശങ്കരാചാര്യർ, വാഗ്ഭടാനന്ദൻ, ആഗമാനന്ദ സ്വാമി. ശരിയുത്തരം ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമികൾ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 70 മുതൽ 72 വരെ, 50 to 55, 30 to 34, 12 to 18. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് 12 to 18. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് ISO 14001, ISO 14011, ISO 14021, ISO 14061. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ISO 14001. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏത്? ഓപ്ഷൻസ് സിന്ധു, ബ്രഹ്മപുത്ര, കൃഷ്ണ, ഗംഗ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഗംഗ. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഓപ്ഷൻസ് തോമസ് ഹാർവേ ബാബർ, റോബർട്ട് ക്ലൈവ്, സർ ഐർകൂട്ട്, ആർതർ വെല്ലസ്ലി. ശരിയുത്തരം ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? ഓപ്ഷൻസ് 2004, 2005, 2008, 2010. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് 2008. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഓപ്ഷൻസ് അരയാൽ, അരശ്, പേരാൽ, തേക്ക്. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് പേരാൽ. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? ഓപ്ഷൻസ് നാച്ചുറൽ ഗ്യാസ്, ഫോസിൽ ഫ്യൂവൽ, ന്യൂക്ലിയർ എനർജി, സോളാർ എനർജി. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് സോളാർ എനർജി. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? CMS-1, സ്റ്റാർഡസ്റ്റ് 1.0, EOS-01, കാർട്ടോസാറ്റ് 3. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് സ്റ്റാർഡസ്റ്റ് 1.0. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഏതു ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഓപ്ഷൻസ് ഹിന്ദി, ബംഗാളി, ഇംഗ്ലീഷ്, ഉറുദു.
ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ഇംഗ്ലീഷ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആര്? ഓപ്ഷൻസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ. താമരയുടെ ശാസ്ത്രീയ നാമം എന്ത്? ഓപ്ഷൻസ് സ്ട്രോബിലാന്തസ് കുന്തിയാന, നെലംബോ ന്യൂസിഫെറ, ലൂക്കാസ് ആസ്പെറ, ഓസിമം സാങ്ക്ടം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് നെലംബോ ന്യൂസിഫെറ. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻസ് മൊറാഴ സമരം, പെരിനാട് ലഹള, കടക്കൽ കലാപം, 90-ാം ആണ്ട് ലഹള. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് 90-ാം ആണ്ട് ലഹള. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ടു കായലുമായി ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻസ് കനോലി കനാൽ, പൊന്നാനി കനാൽ, പയ്യോളി കനാൽ, സുൽത്താൻ കനാൽ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് പൊന്നാനി കനാൽ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻസ് APJ അബ്ദുൽ കലാം, KR നാരായണൻ, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ, R വെങ്കിട്ടരാമൻ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിൽ അധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാനാകുന്ന ലോഞ്ചർ ഏതാണ്? ഓപ്ഷൻസ് ത്രിശൂൽ, കോംബ്ര, അർജുൻ, പിനാക്ക. ശരിയുത്തരം ഓപ്ഷൻ ഡി പിനാക്ക. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻസ് ഇൻഫർമേഷൻ കമ്മീഷണർക്കോ, ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ. ഓപ്ഷൻ ബി ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. ഓപ്ഷൻ സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അഥവാ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഓപ്ഷൻസ് പാകിസ്ഥാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ചൈന. നിങ്ങൾക്കറിയാം ശരിയുത്തരം ഓപ്ഷൻ എ പാകിസ്ഥാൻ ആണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഓപ്ഷൻസ് മുംബൈ, പൂനെ, നാഗ്പൂർ, ഗോവ. ശരിയുത്തരം ഓപ്ഷൻ ഡി ഗോവയാണ്. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏത്? ഓപ്ഷൻസ് പരുത്തി, ചണം, ചോളം, ബാർലി. ശരിയുത്തരം ഓപ്ഷൻ ഡി ബാർലി. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻസ് കാസിരംഗ, ബന്ദിപ്പൂർ, കൻഹ, ജിം കോർബറ്റ്. ഓപ്ഷൻ ഡി ജിം കോർബറ്റ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? ഓപ്ഷൻസ് അയ്യങ്കാളി, കെ കേളപ്പൻ, സി കൃഷ്ണൻ, AK ഗോപാലൻ. ശരിയുത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി. അഞ്ചാമത്തെ ചോദ്യം, ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻസ് കാവേരി, ഗോദാവരി, കൃഷ്ണ, മൂസി. ശരിയുത്തരം ഓപ്ഷൻ സി കൃഷ്ണ നദിയാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏത്? ഓപ്ഷൻസ് യുക്തിവാദി, മിതവാദി, പ്രബുദ്ധ കേരളം, അമൃതവാണി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് മിതവാദി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? ഓപ്ഷൻസ് 1919 ഏപ്രിൽ മാസം 13-ാം തീയതി, 1919 ഏപ്രിൽ 14, 1919 ഏപ്രിൽ 15, 1919 ഏപ്രിൽ 16. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് 1919 ഏപ്രിൽ 13. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് പഴശ്ശി കലാപം, കുറിച്യർ കലാപം, മൊറാഴ സമരം, പൂക്കോട്ടൂർ കലാപം.
ശരിയുത്തരം ഓപ്ഷൻ എ പഴശ്ശി കലാപമാണ്. 9ാമത്തെ ചോദ്യം, ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻസ് ബാങ്കോക്ക്, ടോക്കിയോ, സിംഗപ്പൂർ, റംഗൂൺ. ശരിയുത്തരം ഓപ്ഷൻ സി സിംഗപ്പൂരാണ്. 10ാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് ഇന്ത്യ ശ്രീലങ്ക, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ചൈന. ശരിയുത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന.